നമുക്ക് സ്വാഗതം ആശംസിച്ച അഭിവന്ദ്യനായ അനിൽ ഫിലിപ്പ്, ഇവിടെ പുരസ്കൃതരാകുന്ന ശ്രീ PKN പണിക്കർ, അതുപോലെ തന്നെ ശ്രീ അരവിന്ദൻ KS മംഗലം, ശ്രീ ജേക്കബ് ഐസക്, ശ്രീ സെബാസ്റ്റ്യൻ, ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. ഈ അയ്യപ്പൻ കവിതാ പഠന കേന്ദ്രം ട്രസ്റ്റ് വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലെങ്കിലും പ്രവർത്തന മൂല്യത്തിൻ്റെ കാര്യത്തിൽ സെബാസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പണത്തിന് മാത്രമേ കുറവുള്ളൂ. ആ കുറവ് ഐസക്കിനെ പോലുള്ള കവിതയെയും മനുഷ്യരെയും സ്നേഹിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നികത്തി തരുമ്പോൾ അയ്യപ്പൻ്റെ പേരിലുള്ള ഈ ട്രസ്റ്റ് സാർത്ഥകമായി ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. അല്ലാതെ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അതിൻ്റെ പലിശ എടുത്ത് നടത്തുന്ന ഒരു ട്രസ്റ്റല്ല ഇത്. അയ്യപ്പൻ്റെ പേരിൽ അങ്ങനെ ഒരു ട്രസ്റ്റ് നടത്താനും പാടില്ല. അതാണ്. അയ്യപ്പനെ അനുസ്മരിക്കേണ്ട ആൾ വന്നിട്ടില്ലെന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. അതുകൊണ്ട് ലേശം അയ്യപ്പനെയും അനുസ്മരിക്കണം, ഈ കവികളെയും നമ്മൾ പുരസ്കരിക്കണം. അയ്യപ്പൻ എന്ന കവി നമുക്കെല്ലാവർക്കും ഓരോ തരത്തിലുള്ള അയ്യപ്പനെ അറിയാം. അയ്യപ്പൻ പലതാണ്. സെബാസ്റ്റ്യനെ സ്നേഹിക്കുന്ന അയ്യപ്പനല്ല തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിൽ വെച്ച് എന്നെ കാണുന്ന അയ്യപ്പൻ. അയ്യപ്പന് മുഖങ്ങൾ പലതാണ്. പക്ഷെ ആത്യന്തികമായി കവിയാണ്. നമുക്ക് സ്നേഹിക്കാൻ തോന്നുന്ന കവി. ദീർഘമായ ഒരു സ്മാരക പ്രഭാഷണമെന്ന് ഞാൻ നടത്തുന്നില്ല. അയ്യപ്പൻ എന്ന് പറയുന്ന കവിയെ കേരളത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അതെന്തുകൊണ്ട് എന്നൊരു ഹ്രസ്വമായ അന്വേഷണമേ ഞാൻ നടത്തുന്നുള്ളൂ. അയ്യപ്പനേക്കാളും പ്രശസ്തരായിട്ടുള്ള കവികളുണ്ട്, അതിനേക്കാളും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച കവികളുണ്ട്. പക്ഷേ അയ്യപ്പനെ കേരളത്തിന് മറക്കാൻ സാധ്യമല്ല. അത് നമ്മൾ സാധാരണ അയ്യപ്പനുമായി ചേർത്ത് പറയുന്ന ആ ജീവിത ശൈലിയുടെ പ്രത്യേകത കൊണ്ട് മാത്രമല്ല, ആ ജീവിത ശൈലിയിലേക്ക് അയ്യപ്പൻ നയിക്കപ്പെട്ട ജീവിതത്തിൻ്റെ പ്രത്യേകത കൂടി കൊണ്ടാണ്. അയ്യപ്പന് കവിത എന്തായിരുന്നുവെന്ന് അയ്യപ്പൻ്റെ ജീവിതത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് അയ്യപ്പൻ്റെ കവിത എന്തുമാത്രം വിലപ്പെട്ടതായിരുന്നു അയ്യപ്പനെന്നും അതുകൊണ്ടാണ് നമുക്കും അത് വിലപ്പെട്ടതാവുന്നത് എന്നും നമുക്ക് മനസ്സിലാവും. ഒരുപക്ഷേ ഇത്രയേറെ ജീവിതത്തിൻ്റെ തിരസ്കാരങ്ങളും തിക്തമായിട്ടുള്ള അനുഭവങ്ങളും ആത്മനിന്ദയോളം എത്തുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുമെല്ലാം ഉള്ള ഒരു വ്യക്തി സാധാരണഗതിയിൽ കവിത എഴുതുകയില്ല. കാരണം കവിത എഴുതണമെങ്കിലും വേണം മറ്റെന്തോ ഒരു വിശ്വാസം. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നഷ്ടപ്പെട്ട വിശ്വാസം കവിതയിലൂടെ വീണ്ടെടുത്ത കവിയാണ് അയ്യപ്പൻ. അയ്യപ്പൻ്റെ ദൈവവും അയ്യപ്പൻ്റെ മതവും സമസ്ത വിശ്വാസങ്ങളും കവിതയിലാണ്. കവിതയിൽ വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ അയ്യപ്പൻ ഒരു പക്ഷേ എന്നേ വിസ്മൃതനാകുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. തൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളെ, ആത്മനിന്ദ വരുത്തി വയ്ക്കുന്ന അനുഭവങ്ങളെ കവിതയിലൂടെ അതിലേക്ക് വീണ്ടും സഞ്ചരിച്ച് തൻ്റെ കവിതയുടെ ഇന്ധനമാക്കി, അല്ലെങ്കിൽ അതിൻ്റെ അസംസ്കൃത വസ്തുവാക്കി മാറ്റി അതിനെ സംസ്കരിച്ചെടുത്ത് കവിതയാക്കി നമുക്ക് തന്നപ്പോൾ അത് വാസ്തവത്തിൽ ഒരു ഹോമിക്കലാണ്. സ്വയം ഹോമിക്കുകയാണ്. അങ്ങനെ ഒരുപക്ഷെ അയ്യപ്പനോളം ഇത്രയേറെ കവിതയിൽ വിശ്വസിച്ച ഒരു കവി. കാരണം അയ്യപ്പന് ജീവിതമല്ല, കവിതയാണ് ജീവിതം. കവിതയിൽ വിശ്വാസമാണ്. എൻ്റെ കവിത എൻ്റെ ജീവിതത്തെ പരാവർത്തനം ചെയ്ത് നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറയുമ്പോൾ
ജീവിതത്തെക്കാളേറെ അയ്യപ്പന് വിശ്വാസം കവിതയിലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ്, അത് നമ്മൾ അബോധപൂർവമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അയ്യപ്പൻ്റെ കവിത നമ്മളെ വിടാതെ പിന്തുടരുന്നത്. ഇവിടെ പണിക്കർ സാർ അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ അയ്യപ്പൻ്റെ കവിതകൾ പരിഭാഷപ്പെടുത്തിയതിൻ്റെ അനുഭവം അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, അയ്യപ്പൻ്റെ കവിതകൾ പരിഭാഷപ്പെടുത്താമെന്നുള്ള ആ ഒരു ധൈര്യത്തിൽ തന്നെ ആ ധൈര്യത്തിന് തന്നെ ഞാൻ കൂപ്പുകയാണ്. കാരണം എന്ന് വെച്ചാൽ അയ്യപ്പൻ്റെ ഭാഷയെപ്പറ്റി പറയുമ്പോൾ ഇത്രയേറെ ഡിസ്റ്റിൽ ചെയ്യപ്പെട്ട ഒരു ഭാഷ, ഡിസ്റ്റിലേഷനാണ്. നമ്മളൊക്കെ അനുഭവത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണല്ലോ, അനുഭവത്തെ വാക്കിലേക്ക് പകർന്നാടുകയാണ്. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം വാക്ക് അനുഭവങ്ങളുടെ പകർന്നാട്ടമല്ല, ഡിസ്റ്റിലേഷനാണ്. അത് എന്താണ്, വാറ്റിയെടുക്കുകയാണ്. വാറ്റണമെങ്കിൽ ഒരുപാട് നീറണം, ഊഷ്മാവ് വേണം. അങ്ങനെ വാറ്റിയെടുത്ത വാക്കുകളാണ് അയ്യപ്പൻ്റെ കവിത. അതിന് ഇംഗ്ലീഷിന് തത്തുല്യമായ വാക്കുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഞാനതിനെ ക്രിട്ടിക്കലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പരിഭാഷ പഠിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. ദ ഇമ്പോസിബിലിറ്റി ഓഫ് ട്രാൻസ്ലേറ്റിംഗ് അയ്യപ്പൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എഴുതാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാണാവിടവുകളിലൂടെ കവിത പൊക്കളയരുത്, അയ്യപ്പൻ പൊക്കളയരുത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പരിഭാഷയെപ്പറ്റി ഞാനിപ്പോൾ അത് വായിച്ച് എനിക്ക് ഓർമ്മ ഇപ്പോൾ വരുന്നില്ല. അയ്യപ്പൻ്റെ കവിതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ജീവിതത്തെ വാറ്റിയെടുത്ത് വച്ചിരിക്കുന്നതാണ് അയ്യപ്പൻ്റെ കവിത. കവിതയിലാണ് അയ്യപ്പന് വിശ്വാസം. ആത്മനൊമ്പരങ്ങളെ കവിതയാക്കുക എന്നുള്ളത് വലിയ പുതുമയൊന്നുമല്ല, എല്ലാവരും ചെയ്യും. എല്ലാ കവികളും നൊമ്പരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സങ്കല്പിച്ച് നൊമ്പരം ഉണ്ടാക്കിയെങ്കിലും കവിത എഴുതുക. അതാണല്ലോ ഒരു കാൽപ്പനിക കവിതയുടെ ഒരു ലക്ഷണം. പ്രത്യേകിച്ച് ദുഃഖമൊന്നും ഇല്ലെങ്കിലും ഒന്ന് ദുഃഖം അനുഭവിച്ചോ അഭിനയിച്ചോ എങ്കിലും ഞങ്ങൾ ദുഃഖിക്കും, എന്നിട്ട് ഒരു കവിത എഴുതാം വേണമെങ്കിൽ. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ്റെ ദുഃഖങ്ങൾ അങ്ങനെ ഹിസ്ട്രിയോണിക്കായിട്ട് പ്രകടനപരതയുള്ള ദുഃഖമല്ല, അത് ആത്മാവിനെ നീറ്റുന്നതാണത്. ഒരു പക്ഷേ ആ വേദനകളിൽ നിന്ന് കവിത ഉണ്ടായി വന്ന അപൂർവം അനുഭവങ്ങൾ മലയാളത്തിലുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ, കൈപ്പേറിയ ജീവിതാവസ്ഥയിലൂടെയുള്ള ഏകാന്ത യാത്രയിൽ ബാലചന്ദ്രൻ്റെ കവിതകളിൽ ഇതേപോലെ തന്നെ ജീവിതത്തെ വാറ്റിയെടുത്ത് വാങ്മയങ്ങളായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് പരിചിതമായ ഒരു കവി എന്ന് പറയുന്നത് ചങ്ങമ്പുഴയാണ്. ഞാൻ അയ്യപ്പനെയും ചങ്ങമ്പുഴയും കൂടെ താരതമ്യം ചെയ്യുകയല്ല, പക്ഷേ നൊമ്പരത്തിൽ നിന്ന് കവിതയെ ഉണർത്തുന്ന ആ ഇന്ദ്രജാലം ഒരുപക്ഷെ നമുക്ക് ആദ്യം കാണിച്ചു തന്നത് വേദന ലഹരി പിടിക്കും, വേദന ഞാനിതിൽ മുഴുകട്ടെ എന്ന് പറയുന്ന ഒരു മെസോക്കിസത്തിലേക്ക് എത്തുന്ന, ആത്മപീഡയിലേക്ക് എത്തുന്ന ഈ വേദന എനിക്ക് ഏതായാലും മോചനം, എന്നാൽ പിന്നെ അതിൻ്റെ ആത്മാവിലോട്ട് കയറട്ടെ, ലഹരി പിടിക്കും, വേദന ഞാനിതിൽ മുഴുകട്ടെ. എന്നിട്ടോ കവിതയിലുള്ള വിശ്വാസമാണ് ആ മുഴുകാൻ പ്രേരിപ്പിക്കുന്നത്. എന്നിട്ടോ വേദന ഞാനിതിൽ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ. എൻ്റെ കവിതയിലൂടെ എൻ്റെ വേദനയെ ഞാൻ സപ്ലിമെൻറ്റ് ചെയ്യട്ടെ എന്നാണോ, അതിലാണ് ഞാൻ ഇല്ലാതാകട്ടെ, ആണ്ടാണ്ട് ഞാൻ ഇല്ലാതാവട്ടെ എന്നാണോ എനിക്കറിഞ്ഞുകൂടാ. സപ്ലിമേഷൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതനുഭവിക്കാനുള്ള നിനക്ക് ദുഃഖിപ്പിക്കണം എന്നല്ലേ നിൻ്റെ ആഗ്രഹം, എന്നാൽ ദുഃഖിപ്പിച്ച് കൊന്നോളൂ, എനിക്ക് നിസ്സാരമാണ്. എൻ്റെ കവിതയിലൂടെ ഞാൻ അതിനെ മറ്റൊന്നാക്കി മാറ്റിക്കളയുമെന്നുള്ള ഒരു കവിതയുടെ ധിക്കാരമുണ്ടല്ലോ. വേദനയ്ക്ക് പോലും എന്നെ അമർച്ച ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ കവിതയുടെ ധിക്കാരം കൊണ്ട് വേദനയെ നേരിട്ട ആദ്യത്തെ കവി ഒരുപക്ഷെ മലയാളത്തിൽ ചങ്ങമ്പുഴയാണെന്ന് എനിക്ക് തോന്നുന്നു. ആശാൻ്റെയൊക്കെ വേറൊരു തരത്തിലാണത്, ഇവിടെ നമുക്ക് പറയാൻ പറ്റുകയല്ലത്. ഇത് വേദന ലഹരി പിടിക്കും വേദന എന്ന് ഒരു കവിക്ക് പറയണമെങ്കിൽ ആ കവി ആരാണ്? ഒരുപക്ഷെ അയ്യപ്പനിലെ നമ്മൾ കേൾക്കുന്നത് ആ ലഹരി പിടിക്കും വേദനയാണ്. അയ്യപ്പൻ ഓഫ് കോഴ്സ്, അയ്യപ്പനും ചങ്ങമ്പുഴ രണ്ടുപേരും ലഹരിയുടെ നാനാർത്ഥവും അറിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ വേദനയുടെ ലഹരി, ആ വേദനയുടെ ലഹരിയാണ് അയ്യപ്പൻ്റെയും കവിത. അത് മലയാളത്തിൽ അധികം മാതൃകകളില്ല. ചങ്ങമ്പുഴ പോലും എല്ലാ കവിതകളും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില കവിതകളിൽ പാടുന്ന പിശാചിലൊക്കെ വരുമ്പോൾ അത് ഈ ലഹരി പിടിക്കും വേദന തന്നെയാണ്. അയ്യപ്പൻ ആ സ്കൂളാണ്, ആ വഴിയാണ് സഞ്ചരിക്കുന്നത്. കാരണം ജീവിതം അയ്യപ്പനോട് നിഷ്കൃപമായി പെരുമാറി എന്നുള്ളതാണ്. അയ്യപ്പൻ അതിനകത്ത് പരാതിയൊന്നുമില്ല, പക്ഷേ എൻ്റെ കവിത കൊണ്ട് ഞാനതിന് മറുപടി കൊടുത്തുകൊള്ളാം എന്ന നിശബ്ദമായ ഒരു ധിക്കാരമാണ് അയ്യപ്പൻ്റെ കവിതയുടെ കാതൽ. പിന്നെ ചങ്ങമ്പുഴയോട് ഞാൻ ചേർത്ത് പറഞ്ഞെങ്കിലും താരതമ്യമില്ല. ഭാഷയുടെ പരിചരണത്തിൽ ചങ്ങമ്പുഴയേക്കാൾ എത്രയോ ദൂരം സഞ്ചരിച്ച ആളും കൂടിയാണ്. പിന്നെ ആധുനികതയോടൊപ്പം സഞ്ചരിച്ച്
വാങ്മയങ്ങളുടെ കാര്യത്തിൽ, വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ ജീവിതത്തിൽ നിയന്ത്രണമില്ലെങ്കിലും കവിതയെ പരിചരിക്കുമ്പോൾ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് അയ്യപ്പന് കവിത. ജീവിതത്തിൽ അയ്യപ്പന് നിയന്ത്രണമൊന്നുമില്ല, നിയന്ത്രണം വേണ്ട. എന്നാൽ കവിത ചങ്ങമ്പുഴയെപ്പോലെ പോലും, ചങ്ങമ്പുഴയ്ക്കും പി കുഞ്ഞിരാമൻ നായർക്കുമാണല്ലോ നിയന്ത്രണം അത്ര ബാധകമല്ലാത്ത. രണ്ടുപേർക്കും കവിതയ്ക്ക് നിയന്ത്രണം ബാധകമല്ല. എപ്പോഴും ഈ സുഗതകുമാരി എപ്പോഴും പറയും, ടീച്ചർ പറയും, ഇതൊന്ന് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് നല്ല കവിതയായിരുന്നു എന്ന് പിയോടൊക്കെ പറഞ്ഞിട്ട് അത് എഴുതിയിട്ടുമുണ്ട്. എഡിറ്റിങ്ങിനൊന്നും വിധേയമല്ല, ചങ്ങമ്പുഴ വിധേയമല്ല, പി കുഞ്ഞിരാമൻ നായരൊന്നും വിധേയരല്ല. എന്നാൽ ആ ഒരു അനിയന്ത്രിതത്വം അയ്യപ്പൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കാം, പക്ഷേ കവിതയിലില്ല. കവിതയെ ഭാഷാപരമായിട്ടുള്ള പരിചരണത്തിൽ അയ്യപ്പൻ ഏതൊരു കവിയേക്കാളും ആത്മനിയന്ത്രണത്തിന്, ആ ഒരു കാവ്യപരിചരണ ശിക്ഷണത്തിൽ ചങ്ങമ്പുഴയെ അതിശയിക്കുന്ന കവിയാണ് അയ്യപ്പനെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. കാരണം ചങ്ങമ്പുഴ സ്വയം എഡിറ്റ് ചെയ്യുന്നില്ല, പി കുഞ്ഞിരാമൻ നായർ സ്വയം എഡിറ്റ് ചെയ്യുന്നില്ല, എഡിറ്ററെ കൊണ്ട് എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുകയില്ല, ആരും ചെയ്യുകയുമില്ല. അതാണ് ഈ അയ്യപ്പനെന്ന് പറയുന്ന വൈരുദ്ധ്യങ്ങളുടെ ഒരു ചിത്രം നിങ്ങളോട് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എത്ര കാലം കഴിഞ്ഞാലും അയ്യപ്പൻ്റെ കവിത നമ്മളെ പ്രചോദിപ്പിക്കും. കാരണം അതിനകത്ത് പണ്ട് ബഷീർ പറഞ്ഞില്ലേ, ആ പൂ നീ എന്ത് ചെയ്തു, ഞാനത് കളഞ്ഞു എന്ന് പറഞ്ഞു, അയ്യോ അതിൻ്റെ ഹൃദയമായിരുന്നു എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ അയ്യപ്പൻ്റെ ജീവിതമാണിത്, അയ്യപ്പൻ്റെ ജീവിതവും ജീവനുമാണിത്. അത് വേദനയെ വെറുതെ പകർത്തി വയ്ക്കുകയല്ല, വാറ്റിയെടുത്ത് നമുക്ക് വാങ്മയങ്ങളായി തന്നിരിക്കുകയാണ്. അതാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് അയ്യപ്പൻ പഠന കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് അയ്യപ്പനെക്കുറിച്ച് ഓരോ അനുസ്മരണ സമ്മേളനം കഴിയുമ്പോഴും നമ്മൾ ചെയ്തത് നന്നായി എന്ന് ഞങ്ങൾ സ്വയം തോളത്ത് തട്ടുന്നുണ്ട്. അയ്യപ്പനെ നമ്മളെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ, അയ്യപ്പൻ്റെ പേരിൽ നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ. ഓരോ വർഷവും കുറഞ്ഞ പക്ഷം അയ്യപ്പൻ്റെ കവിതകളുടെ അത്ഭുത ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളാൽ സാധിക്കുന്നല്ലോ എന്ന് ജീവിതത്തിൽ പലരും ഓൺ ചെയ്യാത്ത, സ്വന്തമാക്കാത്ത ആ കവിയെ സ്വന്തമാക്കിയതിലുള്ള ചാരിതാർത്ഥ്യം സെബാസ്റ്റ്യൻ്റെ നേതൃത്വമാണ് കേട്ടോ. ഞാൻ കൂടെ നടക്കുകയാണ്, ഞാൻ അനുയാത്രക്കാരനാണ് കേട്ടോ, സെബാസ്റ്റ്യനാണ്. ഞങ്ങൾ മാതൃഭൂമിയെ കൊണ്ട് പുസ്തകം ഇറക്കിച്ചില്ല അയ്യപ്പൻ്റെ സമ്പൂർണ്ണ കൃതികൾ. ഇത് ഞാൻ അഹങ്കാരം പറയുകയല്ല, ഞങ്ങളുടെ ട്രസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ വേറെ ആരും ചെയ്യുമായിരുന്നില്ല എന്ന് പറയുന്നതിൽ അതിനകത്ത് തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു വലിയ കവിയെ, ജീവിതത്തിൻ്റെ നീറ്റൽ അനുഭവിച്ച ഒരു കവിയെ അനുസ്മരിക്കാൻ കവിതയുടെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ, ചാരിതാർത്ഥ്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രീ അരവിന്ദന് ഈ അവാർഡ് കൊടുക്കുമ്പോൾ, ഈ ട്രസ്റ്റിൻ്റെ അവാർഡ് കൊടുക്കുമ്പോൾ ഇതൊരു ചെറിയ അവാർഡായിരിക്കാം, അതിൻ്റെ ബാഹ്യമായ മാനദണ്ഡങ്ങൾ കൊണ്ട് ഇതൊരു പക്ഷേ ചെറുതായിരിക്കാം. പക്ഷേ ഇതിനകത്ത് തുടിക്കുന്ന കവിതയുടെ ആത്മാവിന് നമ്മുടെ പണത്തിനേക്കാളും വളരെ വലിയ മൂല്യമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് ശുദ്ധമായ ഒരു അവാർഡാണ്. ഇതിനകത്ത് ബാഹ്യശക്തികളുടെ ഇടപെടലോ പ്രത്യയശാസ്ത്രപരമായ ചായ്വോ ചരിവോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കവിതകളിൽ നിന്ന് കവിതയോട് കൂറ് പുലർത്തുന്ന, നീതി പുലർത്തുന്ന മികവുറ്റ ഒരു കവിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. അരവിന്ദൻ്റെ ഈ പുസ്തകം 10 പുസ്തകങ്ങൾ മറ്റോ വന്നു. അതിനകത്ത് ഒരു സ്ക്രീനിങ് കഴിഞ്ഞിട്ട് വന്ന പുസ്തകങ്ങളിൽ ഒട്ടും താമസിച്ചില്ല ഈ പുസ്തകത്തിന് എന്തേ അരവിന്ദനെ ആരും ഇതുവരെ അവാർഡ് കൊടുക്കാതിരുന്നത് എന്നൊരു ചോദ്യം മാത്രമേ ഞങ്ങൾക്കുണ്ടായുള്ളൂ. അത് ഇതിനകത്ത് രവികുമാറിൻ്റെ അവതാരികയെ പറയുന്നുണ്ട്. വളരെ മടിയനായിട്ടുള്ള ഒരു കവിയാണ് അരവിന്ദൻ എന്നാണ് ശ്രീ രവികുമാർ പറഞ്ഞതിൻ്റെ മറ്റൊരു ഭാഷ്യം. രവികുമാർ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാനത് പറയുകയാണ്. വളരെ മടിയനായിട്ടൊരു കവിയാണ്, വളരെ കുറച്ചേ എഴുതുള്ളൂ. ആ എഴുതുന്നതിൽ തന്നെ എല്ലാം പബ്ലിഷ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതേ ഒരു പ്രസാധക സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ സെൽഫ് എഡിറ്റിംഗ് വളരെ കൂടുതലുണ്ടോ എന്നെനിക്കൊരു സംശയം. അങ്ങനെയൊന്നും അരവിന്ദൻ എഡിറ്റ് ചെയ്യേണ്ട, വരുന്ന എല്ലാ കവിതകളും പ്രസിദ്ധീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിനകത്ത് ഉള്ള കവിതകൾ ഞാനതിനെപ്പറ്റിയൊന്നും ആധികാരികമായി പറയുകയല്ല. രവികുമാറിൻ്റെ അവതാരിക തന്നെയാണ് ഒരുപക്ഷെ ഇതിനകത്തുള്ള ഈ 3 പഠനങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒന്ന് വളരെ ഹ്രസ്വമാണ്, അതതിൻ്റെ ആത്മാവിലേക്ക് പോകുന്നുണ്ട്. 2 വരി മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ, അല്ല ഞാൻ അരവിന്ദൻ്റെ കവിതകളെപ്പറ്റി സുദീർഘമായിട്ടുള്ളൊരു പ്രഭാഷണം നടത്തുന്നില്ല. ഒന്ന്, എഴുത്തച്ഛൻ്റെ ധാരയിലാണ് അരവിന്ദൻ എന്ന് വളരെ അസന്ദിഗ്ധമായി രവികുമാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലെ കവരിലെ ഓരോ കവിതയും അസാധാരണവും അപൂർവമായ ഓരോ ആശയപ്രപഞ്ചമാണ്. കവിതയും അസാധാരണവും അപൂർവമായിട്ടുള്ള ഓരോ ആശയപ്രപഞ്ചവുമാണ്. ഓരോ കവിതയും ചിന്തയുടെയും ധ്യാനത്തിൻ്റെയും ആഴങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് അനുഭൂതിയിൽ ഉരുകി ഭാവസാന്ദ്രമായി തീരുന്നു. വളരെ സൂക്ഷ്മമായിട്ടാണ് രവികുമാർ ഈ കവിതകളെ
അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ അവനിവാഴ്വ് കിനാവ് തന്നെയാണ് പ്രശ്നം. അങ്ങനെ ഇതിനകത്തുള്ള ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് ഇതിലെ നാരായണൻ എന്നൊരൊറ്റ കവിത കൊണ്ട് തന്നെ അരവിന്ദൻ്റെ കാവ്യജീവിതം സഫലമായി തീർന്നിരിക്കുന്നു എന്നാണ് രവികുമാർ പറയുന്നത്. അത് അതിശയോക്തിയല്ല എന്ന് ആ കവിത വായിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ ഈ കവിതയെപ്പറ്റി ഒരു ധൈഷണികമായിട്ടുള്ള പരാമർശത്തിലേക്കൊന്നും പോകാതെ ഇതിലെ ആദ്യ കവിതയിലെ ഒരു സ്റ്റാൻസ, അത് മുഴുവൻ വായിക്കുന്നില്ല, ഒരു സ്റ്റാൻസ വായിക്കുമ്പോൾ ഈ കവി എന്തുകൊണ്ട് പുരസ്കൃതനായി എന്നും എന്താണ് ഈ കവിതയുടെ ആന്തരികമായിട്ടുള്ള സൗന്ദര്യമെന്നും നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മഴയെപ്പറ്റി എഴുതാത്ത കവികളിൽ എല്ലാവരും എഴുതിയിട്ടുണ്ട് പലതരത്തിൽ. എന്നാൽ അരവിന്ദൻ മഴയെപ്പറ്റി എഴുതുമ്പോൾ ആദ്യത്തെ സ്റ്റാൻസ ഞാൻ വിടുകയാണ്. അനാദികാലത്തിൻ്റെ സ്വരസാന്ദ്രിമയിൽ ഈ മഴ ആദിതാളത്തിൻ്റെ അനുവർത്തനം. കാറ്റും മഴയും മഞ്ഞും അനുവാദമില്ലാതെ കടന്നു വരികയും യാത്ര ചോദിക്കാതെ മടങ്ങുകയും ചെയ്യുന്ന ഈ ശിലാഹർമ്മ്യത്തിൽ എണ്ണവറ്റാത്ത മൺവിളക്കായി ഞാൻ നിന്നെയും കാത്തിരിക്കുന്നു. ആവരണമറ്റ എൻ്റെ ആത്മാവിൽ അശാന്തിയുടെ സ്നേഹജ്വാലകളുമായി ഞാൻ നിൻ്റെ തണുപ്പിനെ ഏറ്റുവാങ്ങുന്നു. ഈ വർഷകാല രാത്രി ഋതുക്കളും പൂക്കളും ശിശിരമഞ്ഞും വേനൽ തുമ്പികളുമായി ഇനിയും പെയ്തൊഴിയാതെ നമുക്ക് ഉറങ്ങാതിരിക്കാം. ആത്മാവിൻ്റെ പുതപ്പുകൾ ഊരിയെറിഞ്ഞ് ഗാഠനഗ്നതയുടെ തടങ്ങളിൽ ധ്യാനത്തിൻ്റെ മഹാമൗനത്തിൽ അലിയാം. കടലും കാലവും കടന്ന് അനന്തതയിലേക്ക് നടക്കാം. സ്നേഹത്തിൻ്റെ വിശുദ്ധ നഗരങ്ങളിൽ നക്ഷത്രങ്ങൾ കൊളുത്താം. അരവിന്ദൻ്റെ കൽപ്പനകൾ സാധാരണ കൽപ്പനകളല്ല. സാധാരണമായ ആശയങ്ങളെ എടുത്ത് അസാധാരണമാം വിധം കൂട്ടിയോജിപ്പിക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു കൽപ്പനാവിശേഷം, ഒരു രചനാവിശേഷം ഈ കവിതകളെ അന്യാദൃശ്യമാക്കുന്നു എന്ന് മാത്രം പറയാം. ഞാൻ അന്വേഷിച്ച പാസേജ് അവിടെ അല്ല, ഇതാണ് അരവിന്ദൻ്റെ കവിതകളിൽ. ഇതെനിക്ക് തോന്നുന്നത് ദേശമംഗലത്തിൻ്റെയോ മറ്റോ ആണത് ഈ പഠനം. അരവിന്ദൻ്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത്, ഇത് വായിക്കാനാണ് ഞാൻ കുറച്ച് തപ്പിത്തടഞ്ഞത് കേട്ടോ. വ്യഥയും വിരഹവും പ്രണയവും ഭീതിയും ആഹ്ലാദവുമെല്ലാം അലിഞ്ഞ് ഒന്നായി ചേരുന്ന ആർദ്രമായ മനുഷ്യത്വമാണ്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾക്കായി കാത്തിരിക്കുന്നവൻ്റെ സൗമ്യത നമുക്ക് ഈ കവിതകളിൽ വായിക്കാം. ശക്തമായ ബിംബങ്ങളും ഒഴുക്കുള്ള വരികളും ദൃഢമായ പദസമന്വയവും ഈ കവിതകളെ ഓർമ്മിക്കത്തക്കതാക്കുന്നു. തികഞ്ഞ താളബോധം ഇവയെ ജീവസുറ്റതാക്കുന്നു. ഞാൻ ഈ വരിയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ 2 സ്റ്റാൻസ മഴ എന്നുള്ള കവിതയിൽ നിന്ന് ഞാൻ വായിച്ചപ്പോൾ തന്നെ ഈ നിരീക്ഷണം എന്തുമാത്രം അർത്ഥപൂർണമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി ധ്യാനനിരതമായി കവിതകൾ രചിക്കുന്ന ഒരാളാണ് ശ്രീ അരവിന്ദൻ. അദ്ദേഹത്തിന് അരവിന്ദൻ്റെ അയ്യപ്പൻ്റെ പേരിൽ ഉള്ള ഈ ട്രസ്റ്റ് കൊടുക്കുന്ന ഈ പുരസ്കാരം ഏറ്റവും അർഹമായ കൈകളിലാണ് ഈ വർഷം എത്തിപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതം ഇനിയും ഏറെ പുഷ്കലമാവട്ടെ എന്ന് മാത്രം ഞാൻ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. ഇനി ഇദ്ദേഹത്തെപ്പറ്റി നമുക്ക് ശ്രീ PKN പണിക്കരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് മുമ്പോട്ട് പോകാം. അദ്ദേഹത്തെ ഔപചാരികമായിട്ടൊക്കെ പരിചയപ്പെടുത്തുമായിരിക്കും. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ വളരെ കാലമായിട്ട് അറിയാം. അദ്ദേഹം ചെന്നൈയിലാണ് താമസമെങ്കിലും വപുസ് അവിടെയും മനസ്സിവിടെയും എന്ന് പറയുന്നത് പോലെ അദ്ദേഹം തമിഴ്നാട്ടിലാണ് താമസമെങ്കിലും മലയാളക്കരയിലാണ് ജീവിതം. മനസ്സിവിടെയാണ്. ഇവിടെ നടക്കുന്ന കവിതാ രംഗത്ത് നടക്കുന്ന, സാഹിത്യരംഗത്ത് നടക്കുന്ന ഏതൊരു ചെറിയ ചലനങ്ങളും അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള വ്യുൽപ്പത്തി അദ്ദേഹം പരിഭാഷയിലൂടെ പ്രകടമാക്കിക്കൊണ്ട് മലയാള കവികളെ ഇംഗ്ലീഷിലേക്ക് പരിചയപ്പെടുത്തുന്ന സ്വയം ഏറ്റെടുത്ത ഒരു സബരിയിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തന്നെ ഓർമ്മയിൽ എത്ര പുസ്തകങ്ങൾ മലയാളത്തിൻ്റെ പരിഭാഷകളുണ്ട്. ഞങ്ങളവിടെ ഇരുന്ന് എണ്ണുകയായിരുന്നു. സാധാരണ ഇതിൽ എണ്ണേണ്ട കാര്യം എല്ലാവർക്കും താഴെ പറയാൻ പറ്റും. അദ്ദേഹം വാസ്തവത്തിൽ നിഷ്കാമകർമ്മിയാണെന്നുള്ള ഒരു തെളിവാണ് ഇപ്പോൾ ഞങ്ങൾ കിട്ടിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര പുസ്തകം മലയാളത്തിൻ്റേതായിട്ടുണ്ട്. അപ്പോൾ എണ്ണി ആദ്യം തുടങ്ങിയത് ആരായിരുന്നു? അയ്യപ്പനാണ്. അയ്യപ്പനെ കൊണ്ട് തുടങ്ങി
പിന്നെ സുഗതകുമാരിയിലേക്ക് പോയി, വൈലോപ്പള്ളിയിൽ പോയി, സുഗതകുമാരിയിൽ പോയി, വിഷ്ണുനാരായണനിൽ പോയി, ബാലചന്ദ്രനിൽ പോയി, അങ്ങനെ 7-8 പേരെ, പി കുഞ്ഞിരാമൻ നായർ, ആരും കൈവയ്ക്കാൻ ധൈര്യപ്പെടാത്ത പി കുഞ്ഞിരാമൻ നായർ ഒക്കെ അദ്ദേഹം അനായാസമായി പരിഭാഷപ്പെടുത്തുകയും സ്വന്തം താല്പര്യത്തിൽ ഇനിഷ്യേറ്റീവിൽ ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല സ്വന്തം ചിലവിൽ നമുക്ക് അയച്ചു തരികയും ചെയ്യും. അങ്ങനെ എനിക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ എല്ലാ പരിഭാഷകളും എൻ്റെ കയ്യിലുണ്ട്. ആര് ചെയ്യും? യഥാർത്ഥത്തിലുള്ളൊരു നിഷ്കാമ കർമ്മിയാണ് അദ്ദേഹം. നമ്മുടെ സമൂഹം ഇത്തരത്തിലുള്ള നിഷ്കാമ കർമ്മം ചെയ്യുന്നവരെ സാധാരണ കാണാറില്ല. അവരേതായാലും നിഷ്കാമകർമ്മമാണല്ലോ, പിന്നെ നമ്മൾ വെറുതെ കാമിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരും, മലയാളികൾ പ്രത്യേകിച്ചാരും ഇത് ശ്രദ്ധിക്കാറില്ല. എന്നാൽ തമിഴ്നാട് അങ്ങനെയല്ല കേട്ടോ. തമിഴ്നാട് പൊതുവെ അവരുടെ ഭാഷയ്ക്ക് കൊടുക്കുന്ന സേവനങ്ങളെ അവർ പുരസ്കരിക്കും, അംഗീകരിക്കും. അവർ ഏത് ഫോറത്തിലും അതിനെപ്പറ്റി പ്രശംസിക്കുകയും ഒക്കെ ചെയ്യും. എന്തിന്? ഈ പരിഭാഷയുടെ പ്രാധാന്യം നമ്മളിപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് ലോകമെമ്പാടും പരിഭാഷയ്ക്ക് മുൻകാലത്ത് എങ്ങുമില്ലാത്ത പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഈ വലിയ സാഹിത്യകൃതികളുടെ പരിഭാഷകൻ്റെ പേര് കവറിൽ കൊടുക്കുമായിരുന്നില്ല. കഴിഞ്ഞൊരു 5 വർഷം മാർക്വേസിൻ്റെ പോലും വലിയ പരിഭാഷകൻ്റെ പേര് ആദ്യത്തെ എഡിഷനിലൊന്നുമില്ല. ഇപ്പോഴാണ്, കഴിഞ്ഞൊരു 5 വർഷത്തിനുള്ളിലാണ് പരിഭാഷകൻ്റെ പേര് ഗ്രന്ഥകർത്താവിൻ്റെ പേരിനോടൊപ്പം ഫ്രണ്ട് പേജിൽ കൊടുക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് പബ്ലിഷേഴ്സ് ഇപ്പോൾ ഒരു രീതിയാക്കി മാറ്റിയത് 5 വർഷമായിട്ടില്ല. ഇപ്പോൾ പരിഭാഷയ്ക്ക് ആഗോള വ്യാപകമായി പ്രാധാന്യം വന്നിരിക്കുന്നു. ഗീതാഞ്ജലി ശ്രീയുടെ പുസ്തകത്തിൻ്റെ എന്ത് സമാധിയാണ്, രേത് സമാധി ഇംഗ്ലീഷിൽ വന്നതോടുകൂടി അങ്ങനെ ഒരുപാട് പരിഭാഷകൾ ഇന്ന് ലോകവ്യാപകമായിട്ടുള്ള ശ്രദ്ധ, ബുക്കർ പ്രൈസിൽ പോലും ശ്രദ്ധ നേടിയിരിക്കുന്നു. പിന്നെ JCB പ്രൈസ് 25 ലക്ഷം രൂപ കൊടുക്കുന്നു. അങ്ങനെ പിന്നെ മറ്റ് സംഘടനകളൊക്കെ ഉണ്ട്, ഏഷ്യൻ ലിറ്റററി പ്രൈസൊക്കെ ഉണ്ട്. ഇപ്പോൾ പരിഭാഷ എന്നുള്ളത് അദ്ദേഹത്തിന് ഇതൊക്കെ കിട്ടട്ടെ എന്നുള്ളത് എൻ്റെ പ്രാർത്ഥന ഫലിച്ചുകൊള്ളണമെന്നില്ല, ഫലിക്കട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ല, പരിഭാഷയ്ക്ക് ഇന്ന് വന്നിരിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ഈ പ്രാധാന്യമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ധർമ്മമാണ് എൻ്റെ ഭാഷയിലെ കവികളെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി മറ്റുള്ളവരെ അറിയിക്കണം എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ആരുടെയും സഹായമോ പ്രേരണയോ ഒന്നുമില്ലാതെ ഇത്രയും പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയ ആളാണ് ശ്രീ പണിക്കർ. ഞാനൊരു ആനുഷംഗികമായി പറയേണ്ട ഒരു കാര്യം, പരിഭാഷയോട് നമ്മുടെ സർവകലാശാലകളും നമ്മളുമൊക്കെ പുലർത്തുന്ന ഒരു ഉദാസീനതയെപ്പറ്റി കൂടി ഈ സന്ദർഭത്തിൽ പറയാതിരിക്കുന്നത് ശരിയല്ല. തമിഴ്നാട് ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നും കൂടി നിങ്ങളോട് പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ഈ ചെറിയ ക്ലാസ്സുകളിൽ പോലും മലയാളം പഠിപ്പിക്കുന്നത് നിരോധിക്കണമെന്നാരും പറയുന്നില്ല, പക്ഷേ നിരുത്സാഹപ്പെടുത്തണമെന്ന് പറയുന്ന വളരെ വലിയൊരു ജനത ഇന്ന് കേരളത്തിലുണ്ട്. അയ്യോ ടീച്ചറെ, മലയാളമൊന്നും എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാനുണ്ട്, തുടക്കത്തിലെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ എല്ലാ സ്റ്റേജിലും പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. മലയാളം പഠിപ്പിക്കണം നിർബന്ധമില്ലാത്ത ഒരുപാട് പേരൻസ് ഇന്ന് കേരളത്തിലുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ മതി, അത് പോകട്ടെ. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതിനൊരു ഒരു കുസൃതി കലർന്ന എൻ്റെ ഒരു മറുപടി, മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ഒരു സാഹിത്യകൃതിക്ക് നാളെ നോബൽ സമ്മാനം കിട്ടുമെങ്കിൽ എൻ്റെ കൊച്ച് ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതി, മലയാളം പഠിക്കണ്ട എന്ന് പറഞ്ഞ ഈ സ്നോബറി കൊണ്ട് നടക്കുന്ന ഈ അമ്മയും അച്ഛനും പറയും, സാറേ മലയാളം പഠിപ്പിക്കാതിരിക്കരുതേ, നോബൽ സമ്മാനം കിട്ടിയ ഭാഷയാണ്, മനസ്സിലായില്ലേ എന്ന് പറയുമല്ലോ. ഇത് സായിപ്പിൻ്റെ ഭാഷയായതുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്. അതേ സമയത്ത് നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ മലയാളത്തിന് നോബൽ സമ്മാനം കിട്ടി കേട്ടോ മലയാള കൃതിക്ക് എന്ന് പറഞ്ഞാൽ ലോകം നമ്മുടെ ഭാഷയെ അംഗീകരിച്ചു എന്നാണല്ലോ അർത്ഥം എന്നുള്ളത് കൊണ്ട് മലയാളം പഠിക്കുക. ഞാനതല്ല, എൻ്റെ വിഷയം അതല്ല ഇന്നിവിടെ. പരിഭാഷയുടെ പ്രാധാന്യമാണ്. 25ഓളം അംഗീകൃത ഭാഷകളുള്ള ഭാരതത്തിൽ മലയാളത്തെയോ തെലുങ്കിനെയോ കന്നഡയെയോ ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ ആർക്കുണ്ട് നേരം? എന്നാൽ പോർച്ചുഗീസിൽ 3.5 കോടി ജനങ്ങളോ 4 കോടി ജനങ്ങളേ ഉള്ളൂ, നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയുള്ളൂ. അവരൊരു രാജ്യമാണ്, പോർച്ചുഗീസാണ് ഭാഷ. ഗവൺമെൻറ് പൈസ കൊടുക്കുന്നു, പോർച്ചുഗീസ് ഭാഷയിലെ സാഹിത്യം ലോകമെമ്പാടും വരുന്നു. പിന്നെ അതുപോലെ കൊച്ചു രാജ്യങ്ങൾ, ടർക്കി ഇഷ്ടംപോലെ പൈസ കൊടുക്കുകയാണ്. പാമുക്കിൻ്റെ കൃതി ഇവിടെ കൊണ്ട് നമ്മൾ പ്രസിദ്ധീകരിച്ചാൽ അരവിന്ദനറിയായിരിക്കും, പൈസ ഇങ്ങോട്ട് തരും, അത് മതി പ്രസിദ്ധീകരിക്കാൻ. നിങ്ങൾ വാങ്ങിച്ചാലും ഇല്ലെങ്കിലും പിന്നെ പബ്ലിഷർക്ക് കാശ് കിട്ടും. കാരണം ടർക്കിഷ് ഗവൺമെൻറ് താല്പര്യമാണ് ടർക്കിഷ് റൈറ്റർ മലയാളത്തിൽ അറിയപ്പെടട്ടെ എന്നുള്ളത്. മലയാളത്തിലെന്നല്ല, ഏത് ഭാഷയിലും. അങ്ങനെ ഓരോ ലോകരാജ്യങ്ങൾ അവരുടെ സാഹിത്യം ലോകമെമ്പാടും പ്രചരിക്കട്ടെ എന്ന് ഉള്ള ആഗ്രഹത്തിൽ പരിഭാഷയെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മലയാളത്തിന് വേണ്ടി ഒരു സർവകലാശാല ഉണ്ടായപ്പോൾ
എൻ്റെ പാഴ്ബുദ്ധിയിൽ തോന്നി ഇവിടെ മറ്റാരും ചെയ്യുകയില്ല, നമുക്ക് മലയാള സർവകലാശാല മലയാളത്തിൻ്റെ കീർത്തി ലോകമെമ്പാടും അറിയിക്കാൻ ഒരു പരിഭാഷാ പ്രോജക്റ്റ് തുടങ്ങണം. അങ്ങനെ ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത മിനി കൃഷ്ണനെ കൺസൾട്ടൻ്റാക്കി വെച്ച് ഞങ്ങൾ ഏതാണ്ട് 20ഓളം പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എം ടി വാസുദേവൻ നായരുടെ പുസ്തകങ്ങളല്ല, ബഷീറിൻ്റെ പുസ്തകം, അതിനൊക്കെ പബ്ലിഷേഴ്സ് ഉണ്ട്, അവർ വന്നോളും. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, പബ്ലിഷേഴ്സ് നോക്കാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ 20ഓളം പുസ്തകങ്ങൾ ഞങ്ങൾ ലീഡിങ് പബ്ലിഷേഴ്സിനെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു, വേറെ ഒരുപാട് പേര് നല്ല നല്ല പബ്ലിഷേഴ്സ്. നമ്മൾ ആ യൂണിവേഴ്സിറ്റി ചെയ്തത് എന്താണ്, 200 കോപ്പി ഞങ്ങൾക്ക് വാങ്ങിക്കും, അത് മാത്രമേ ചെയ്യുള്ളൂ. അത് എന്നിട്ട് ഞങ്ങൾ റിവ്യൂവിന് കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും. ആ 200 കോപ്പിക്ക് ഞങ്ങൾ കൊടുക്കുന്ന കാശ് കൊണ്ട് അവർക്കത് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. കൂടുതൽ വിറ്റുകയാണെങ്കിൽ നമുക്ക് റോയൽറ്റിയും കിട്ടും. അങ്ങനെ ഇത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ അഡ്വൈസറി കമ്മിറ്റിയൊക്കെ ഉണ്ട്, സച്ചിദാനന്ദനും ഇപ്പോൾ പ്രധാനികളൊക്കെ ഉള്ള അഡ്വൈസറി കമ്മിറ്റിയൊക്കെ വെച്ച് നല്ല ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കെ എൻ്റെ സ്ഥാനം കഴിഞ്ഞു 5 വർഷം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. പിന്നീട് വന്ന ഭരണസമിതി പറഞ്ഞു, ഈ പരിഭാഷയ്ക്ക് പൈസ കൊടുക്കുക എന്നുള്ളതൊന്നും യൂണിവേഴ്സിറ്റിയുടെ പണിയല്ല. യൂണിവേഴ്സിറ്റിയുടെ പണി ക്ലാസ് എടുക്കുക, പിള്ളേരെ പഠിപ്പിക്കുക, ദാറ്റ് ഈസ് ഓൾ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് വേണ്ടെന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി ചിലവഴിച്ച പൈസ ധൂർത്താണ് എന്നുകൂടി ആ ഓഡിറ്റർ എഴുതി വെച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. പിന്നെ മറുപടി കൊടുത്തു. മിനി കൃഷ്ണന് കൊടുത്തു, കുറച്ച് പൈസ കൊടുത്തിട്ടുള്ളൂ, 50,000 രൂപ മാസം കൊടുത്തിരുന്നുള്ളൂ. ഒരു വർഷം 6 ലക്ഷം രൂപ ഒരു സ്ത്രീക്ക് കൊടുത്തു എന്ന്. ആ സ്ത്രീ 35 വർഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിലിരുന്ന് ഈ പബ്ലിഷേഴ്സിനെ മുഴുവൻ പരിചയപ്പെട്ട്, നമ്മളെ വിളിച്ച ഒരു പബ്ലിഷർ ഫോൺ എടുക്കില്ല കേട്ടോ. പെങ്കിൻ്റെ പബ്ലിക്കേഷൻ മാനേജറെ വിളിച്ചിട്ട്, ഐ എം ജയകുമാർ, ഫോർമർ ചീഫ് സെക്രട്ടറി ഓഫ് കേരള, കൈൻഡ്ലി പബ്ലിഷ് എ ബുക്ക്, ബുൾഷീറ്റ്. അവൾ അപ്പോൾ താഴെ വയ്ക്കും. ആരും ഫോൺ എടുക്കില്ല, ഒരു മനുഷ്യൻ ഫോൺ എടുക്കില്ല. ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് പരാജയപ്പെട്ടവനാണ്. അങ്ങനെയാണ് മിനിയെ കൊണ്ടുവന്നത്. അത് നിർത്തി കഴിഞ്ഞപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് ഇത് അറിഞ്ഞിട്ട് മിനി കൃഷ്ണനെ വിളിച്ചിട്ട്, വാട്ട് ഈസ് ദാറ്റ് പ്രോജക്റ്റ്, എന്താണ് മലയാള യൂണിവേഴ്സിറ്റി നടത്താൻ പോയ പ്രോജക്റ്റ്, ഇന്ന് നമ്മൾ കൊടുക്കുന്നതിനേക്കാളൊക്കെ വലിയ പ്രതിഫലത്തോടു കൂടി പബ്ലിഷ് ചെയ്യുകയും ഏതാണ്ട് 40 പുസ്തകങ്ങൾ ഇന്ന് വേൾഡിലെ ലീഡിങ് പബ്ലിഷേഴ്സിനെ കൊണ്ട് തമിഴ് ക്ലാസിക്കുകൾ ഗവൺമെൻറ് പൈസ കൊടുത്ത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു തമിഴ് റൈറ്റർക്ക് ഇത് നോബൽ സമ്മാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ട, അത് എത്തേണ്ട സ്ഥലത്ത് എത്തും. തമിഴ് ഡയസ്പോറ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ പിന്നാലെ ഉണ്ട്, എത്തിക്കേണ്ട സ്ഥലത്തെല്ലാം ഈ പുസ്തകം എത്തിക്കും. അതാണ് തമിഴിനോട്, അവൻ്റെ ഭാഷയോട് സ്നേഹമുള്ള തമിഴൻ്റെ ഭാഷാ സേവനം. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഈ ഇവൻ്റെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, എന്തിനാണ് 200 പുസ്തകം വാങ്ങിച്ചു, ഇതൊക്കെ കുഴപ്പമാണ്, തരികിടയാണ്, നിർത്തി. അതാണ് മലയാളി. അങ്ങനെയുള്ള മലയാളികളുടെ മധ്യത്തിൽ ഇതാ മിസ്റ്റർ പണിക്കർ ഇരിക്കുന്നു. അവിടെ ആണല്ലോ. അങ്ങനെയുള്ള മലയാളികളുടെ മധ്യത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭ കൂടും, അദ്ദേഹത്തിൻ്റെ നിഷ്കാമ കർമ്മത്തിൻ്റെ തേജസ് വർദ്ധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അണ്ണാറക്കണ്ണനും തന്നാലായത്. ഞങ്ങളൊരു ചെറിയ അണ്ണാറക്കണ്ണൻ, എന്നാലും ഞങ്ങൾ തന്നാലായത് അദ്ദേഹത്തിനൊരു പുരസ്കാരം കൊടുത്ത് ആദരിക്കണം. കവിതാ സേവനം, അദ്ദേഹം ചെയ്യുന്ന കവിതാ സേവനത്തെ ഇവിടെ മറ്റാരും കണ്ടില്ലെങ്കിലും, ഇവിടുത്തെ വലിയ പബ്ലിഷേഴ്സോ ഇവിടുത്തെ വലിയ പ്രസ്ഥാനങ്ങളോ ഒന്നും അദ്ദേഹത്തെ കണ്ടില്ലെങ്കിലും, ഞങ്ങൾ ഈ കൊച്ചയ്യപ്പൻ പഠന കേന്ദ്രം ശ്രീ പണിക്കരുടെ സേവനങ്ങളെ കണ്ടെത്തുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളാലാവും വിധം പുരസ്കരിക്കാം എന്ന് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് അപാകതകളൊക്കെ ഉണ്ടാവും. അത് ഞങ്ങളുടെ ഒരു ഉദ്ദേശശുദ്ധിയാൽ എല്ലാത്തിനും മാപ്പ് തന്ന് അദ്ദേഹം ഞങ്ങളുടെ പുരസ്കാരം സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മലയാളത്തിൻ്റെ ആദരവ്, കൃതജ്ഞത ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി. മറ്റൊന്ന്, ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. മറ്റൊന്ന്, ഇതിനൊക്കെ ഞങ്ങൾക്ക് പ്രേരണയും പിൻബലവും ഒക്കെ തരുന്നത് ഒരു കവിയാണ്, ശ്രീ ഐസക്ക്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന, മാവേലിക്കരയിൽ ജനിച്ച് സൗത്ത് ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഐസക്ക് ഒരു അന്താരാഷ്ട്ര കവിയാണ്. ഈ അന്താരാഷ്ട്രത്തിൽ കവിത എഴുതിയാൽ നമ്മൾ ഇവിടെ ഈ രാഷ്ട്രത്തിൽ അറിയില്ല, അങ്ങനെ ഒരു ഗുണമുണ്ടോ. അദ്ദേഹം അന്താരാഷ്ട്ര കവിയാണ്, പക്ഷേ നമുക്കറിഞ്ഞുകൂടാ എന്നേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്നും ഇങ്ങനെ കവിത ചൊല്ലി ഇങ്ങനെ നടക്കുന്നുണ്ട്. അന്ന് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇങ്ങനെ പരസ്പരം, എന്താണ് ഈ കൂടെ ഇദ്ദേഹം എന്താണ്, അപ്പോൾ കവിതയാണ്. പിന്നീടാണ് അദ്ദേഹത്തിന് കവിതയുടെ അസ്കിത ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. പിന്നെ അദ്ദേഹം ഒരുപാട് അന്താരാഷ്ട്ര പ്രശസ്തി നേടി, ഇംഗ്ലീഷിൽ ഒരുപാട് കവിതകൾ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തെ ഞങ്ങൾ ഒന്ന് ആദരിച്ച സമയത്താണ് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള സഹായമൊക്കെ അദ്ദേഹം ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുള്ളതും. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ അവാർഡ് അരവിന്ദന് കൊടുക്കുന്നത്. അങ്ങനെ കവിതയെയും കവികളെയും സ്നേഹിക്കുന്ന ശ്രീ ഐസക്കിൻ്റെ സേവനത്തെയും പിന്തുണയെയും ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുന്ന ഒരു പറ്റം ആളുകൾ സെബാസ്റ്റ്യൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ചാവറ കൾച്ചറൽ സെൻറ്ററിൻ്റെ
പിന്നെ അച്ഛൻ ഇക്കാര്യത്തിൽ അനിൽ ഫിലിപ്പ് അച്ഛൻ ഏത് നല്ല കാര്യത്തിനും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു അഭയ കേന്ദ്രമാണ്. എറണാകുളത്ത് വെച്ച് നടത്തണം പരിപാടി. അപ്പോൾ ഞങ്ങൾ പലതും ആലോചിച്ചു. അപ്പോൾ ഞാൻ പറയാം, അതൊന്നും സെബാസ്റ്റ്യനാണ് പറയാം, അതൊന്നും വേണ്ട, നമുക്ക് അച്ഛനെ പോയി കാണാം, നമുക്ക് ചാവറയിൽ വെച്ച് നടത്താം. പിന്നെ അച്ഛൻ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊന്നും നോ പറയുകയില്ല. അങ്ങനെ അച്ഛൻ നോ പറഞ്ഞില്ല, യെസ് പറഞ്ഞു. ആ യെസ്സിൻ്റെ പരിഭാഷയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനും ശ്രീ അരവിന്ദനെയും ശ്രീ പണിക്കരെയും അഭിനന്ദിച്ചതിനും ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കാലിലേശം വയ്യെങ്കിലും അദ്ദേഹത്തോടൊപ്പം വന്നു. കാരണം വീട്ടിൽ ഈ പരിഭാഷകരനെ സഹിക്കണമെന്ന് വെച്ചാൽ വലിയ പാടാണ്. കാരണം സ്വന്തം കവിത നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ പരിഭാഷ അങ്ങനെയല്ല, നമ്മൾ കയറി കുടുങ്ങിയും പോയി തീരുകയുമില്ല. അപ്പോൾ അതൊക്കെ സഹിച്ച് അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും ഞാൻ അഭിനന്ദിക്കുന്നു. അയ്യപ്പൻ പഠന കേന്ദ്രത്തിന് വേണ്ടി ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതവും നന്ദിയും ഒക്കെ അനുസ്മരിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.